Hi, I'm Megha. You're watching metromatinee.com. ഞാനിപ്പോൾ മെക്സിക്കൻ അപാരതയുടെ ഷൂട്ടിലാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഒരു കോളേജ് മൂവിയുടെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. എന്തായാലും ഒരു കോളേജ് മൂവിയുടെ എല്ലാ അറ്റ്മോസ്ഫിയറും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആക്ച്വലി ആദ്യമേ അഭിനയിച്ച മൂവിയും ഇതുപോലൊരു കോളേജ് അപ്പിയറൻസിലായിരുന്നു. ഫസ്റ്റ് മൂവി ആനന്ദമായിരുന്നു. ആനന്ദം ഇറങ്ങി, നല്ല റെസ്പോൺസുണ്ട്. അതിൽ ശ്വേത എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തത്. ആ മൂവിയും ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം കുറേ വ്യത്യാസങ്ങളുണ്ട്. അതൊരു ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മൂവിയായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടും കുറച്ച് റൊമാൻസും കുറച്ച് പൊളിറ്റിക്സും എല്ലാം കൂടെ ആഡ് ചെയ്തുള്ളൊരു സ്റ്റണ്ട് ബേസ്ഡ് മൂവിയാണ്. ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഇത് തേർഡ് മൂവിയാണ്. സെക്കൻഡ് വൺ ടിയാൻ ചെയ്തു, പൃഥ്വിരാജിൻ്റെ മൂവി. സോ അതിൽ നിന്നും വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് ഒരു മെക്സിക്കൻ അപാരതയിൽ. ഒരു നാടൻ കുട്ടി എന്നുള്ളൊരു കഥാപാത്രമാണ്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ആദ്ര എന്നാണ്. ആദ്ര എപ്പോഴും ഒരു ഡാൻസറാണ്. എപ്പോഴും യുവജനോത്സവത്തിൽ പങ്കെടുത്ത് പ്രീ ഡിഗ്രി കലോത്സവത്തിൽ എല്ലാത്തിനും എ ഗ്രേഡ് നേടി ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ മത്സരിക്കാനായിട്ട് ആഗ്രഹത്തോടു കൂടി യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നൊരു കുട്ടിയാണ്. അതിന് പാർട്ടി പ്രവർത്തകരെ അതിന് അനുവാദം ചോദിക്കുന്നു. അങ്ങനെ ആ കുട്ടി ഡാൻസ് പെർഫോം ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാനെന്തായാലും സസ്പെൻസ് പുറത്ത് വിടുന്നില്ല. സെക്കൻഡ് മൂവിയായിരുന്നു ടിയാൻ. ആനന്ദത്തിന് ശേഷം ചെയ്ത മൂവിയാണ്. ആനന്ദത്തിൽ എൻ്റെ ഫോട്ടോസ് കണ്ടാണ് വിളിച്ചത്. ആനന്ദം വെച്ച് നോക്കുമ്പം അത് കുറച്ചുകൂടെ ചെറിയ റോളെന്ന് പറഞ്ഞു. പക്ഷേ വലിയ ബഡ്ജറ്റ് മൂവി ആയതുകൊണ്ട് സുരാജേട്ടൻ്റെ ലക്ഷ്മി പ്രിയചേച്ചിയുടെ മകളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആക്ച്വലി ടിയാൻ എന്ന് പറഞ്ഞ മൂവി ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ആനന്ദം കഴിഞ്ഞ് ചെല്ലുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടിയുള്ളൊരു സെറ്റായിരുന്നു. അത് ബിഗ് മൂവി. കാരണം അവിടെ വലിയ വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു. ഞങ്ങൾ ആനന്ദം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഫ്രണ്ട്സാണ്. ഞങ്ങളൊരു ടൂറ് പോകുന്ന ആ ഒരു ഫീലേ ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ. ഒരിക്കലും ആക്ട് ചെയ്യാമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ടിയാനിൽ ചെല്ലുമ്പോൾ ആദ്യം പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് ചെയ്തു എന്നെനിക്ക് തോന്നുന്നു. ആ മൂവിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഭയങ്കര പ്രൊഫഷണലായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഇത്രയും ഫ്രണ്ട്ലി ആവാനൊന്നും തോന്നിയില്ല. സീരിയസ് ആയിട്ടാണ് ആ മൂവി പോയത്. അതുപോലെ തന്നെ രാജുവേട്ടനാണെങ്കിലും അതിൽ ഇന്ദ്രേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരുടെ അഭിനയം എന്താണെന്നും ആ സിനിമ എന്താണെന്നും എനിക്ക് മനസ്സിലാക്കാൻ കൂടുതൽ സാധിച്ചു. സിനിമയിലേക്ക് വരുന്നത് ആദ്യം ദിനേശ് പ്രഭാകർ വഴിയാണ്. ദിനേശ് ഏട്ടൻ ഫ്രണ്ടാണ്. അപ്പോൾ ദിനേശ് ഏട്ടൻ വഴിയാണ് TVC ആഡ് ചെയ്താണ് ഞാൻ മൂവിയിലേക്ക് വരണത്. 1 ഇയറായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയും നമിത പ്രമോദിൻ്റെ ഒരു കട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പോർട്ട്ഫോളിയോ ആഡ്സ് എല്ലായിടത്തും ചെല്ലുമ്പോൾ തന്നെ ഇതാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അയ്യോ ഒരു ഫേസ് ഉള്ള ഒരാൾക്ക് മൂവിയിൽ വരാൻ പറ്റുമോ എന്ന് ഇതായിരുന്നു, പേടിയുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഹാപ്പിയാണ്. ഞാൻ ഈയിടെ നമിതയുടെ കൂടെ ഒരു ആഡ് ചെയ്തു. ഐ എം സോ ഹാപ്പി. അതും സിസ്റ്ററായിട്ടായിരുന്നു. അപ്പം അതിനും ഒരു ലക്കുണ്ടായി.